ഹായ് എല്ലാവർക്കും നീയും ഞാനും പരമ്പരയുടെ ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഗായത്രിയമ്മ പറയുകയാണ്, നാളെ രാവിലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോണം, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ശരി ഗായത്രിയമ്മ, എന്താ പെട്ടെന്നൊരു ക്ഷേത്ര ദർശനം? എന്തോ മനസ്സിനൊരു സുഖക്കുറവ്. നിശ്ചയത്തിനു മുമ്പ് ജോത്സ്യന്റെ കുറിപ്പും കൊണ്ട് തിരുമേനി വന്നില്ല. പക്ഷെ അപ്രതീക്ഷിതമായി ഈശ്വരിയമ്മ കയറി വരികയും ചെയ്തു. ഒപ്പം ജോത്സ്യരെ വിളിച്ചിട്ട് കിട്ടിയതും ഇല്ല. മൊത്തം എന്തൊക്കെയോ സങ്കീർണതകൾ. ഒരാപത്ത് മണക്കുന്നതുപോലെ നാളെ ദർശനം നടത്തിയിട്ട് ജോത്സ്യരെ ഒന്ന് കണ്ടുകളയാം. അപ്പോഴേ എല്ലാത്തിനും ഒരു വെളിച്ചം കിട്ടുകയുള്ളൂ. പിന്നീട് കാണിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ വീടാണ്. അവിടെ സുദർശനൻ ദീപുവിനോട് പറയുകയാണ്, എണ്ണാത്തിരി എല്ലാം കൂടി 3430. കൃഷ്ണ ശ്രീലക്ഷ്മിയുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വയ്ക്കുകയാണ്. സുദർശനം പറയുകയാണ്, നിശ്ചയത്തിന് ടെക്സ്റ്റൈൽസിൽ നിന്നാണ് തുണിത്തരങ്ങൾ എടുത്തത്. 7080 രൂപ 35 പൈസ. ദീപു ചോദിക്കുകയാണ്, അല്ല ഈ 35ഉം 55ഉം പൈസയൊക്കെ എഴുതണോ? വേണ്ടെങ്കിൽ വേണ്ട, അത് വിട്ടുകളാ. കാറ്ററിംഗുകാർക്ക് 8000, പൂവ് 2000. സരോജാമ്മ പറയുകയാണ്, നിശ്ചയത്തിന് ഇത്രയും സ്വർണം രവിസാറിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോഴത്തെ പ്രശ്നം ഇത് നമ്മൾ എവിടെ സൂക്ഷിക്കുമെന്നാണ്. പറയുകയാണ്, അത് വല്ല ലോക്കറിലോ മറ്റോ സൂക്ഷിക്കുന്നതായിരിക്കും ആന്റി നല്ലത്. ലക്ഷ്മി പറയുകയാണ്, ലോക്കറിനും ബാങ്കിനും ഫീസ് നൽകണം. ഓരോ വർഷവും ഓരോ കണക്കാണെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ മുതൽ സേഫ് ആയിരിക്കും എന്നത് ഉറപ്പാണ്. ഇപ്പൊ പറയുകയാണ്, അതെ അതെ, ഓർണമെന്റ്സ് ബാങ്ക് ലോക്കറിൽ വച്ചേ പറ്റൂ. കോളനിയിൽ ആരെ വിശ്വസിച്ചാലും ഒരാളെ മാത്രം വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. രാമ ചോദിക്കുകയാണ്, അതാരാ ദീപു അത്ര വിശ്വസിക്കാൻ പറ്റാത്ത ആള്? സോറി, പേര് പറയില്ല, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. 1 2 3 എന്ന് ദീപ് പറയുമ്പോൾ കൃഷ്ണ പറയുകയാണ്, മനസ്സിലായി മനസ്സിലായി. ദീപ് പറഞ്ഞത് കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, ആരാടിയത്? വേറെ ആര്, അവന്റെ അച്ഛനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. 1 2 3 3 = ത്രിവിക്രമൻ. നേരം എല്ലാവരും ചിരിക്കുകയാണ്. സരോജാമ്മ പറയുകയാണ്, ദീപു തമാശയാണ് പറഞ്ഞതെങ്കിലും അങ്ങേരെ സൂക്ഷിച്ചേ പറ്റൂ. നമുക്ക് മുൻപും ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതല്ലേ. ശ്രീടച്ച, ഇത്രയും സ്വർണം കല്യാണം വരെ ഈ വീട്ടിൽ വെച്ചാൽ എങ്ങനെയാ? നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. സരോജം, അത് നമ്മുടെ സ്വർണമാണോ? അല്ലല്ലോ. ആ സ്വർണം എവിടെന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരികെ പോകും, അത്രേ ഉള്ളൂ. ഇതെന്ത് വർത്തമാനമാ ശ്രീടച്ച ഈ പറയുന്നത്? ഒരു സന്തോഷത്തോടു കൂടി നമ്മുടെ മോൾക്ക് വേണ്ടി തന്നതല്ലേ, അത് തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ? അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാൻ പാടുണ്ടോ നമ്മള്? കൊണ്ട് സുദർശനം പറയുകയാണ്, എടി കഴുതേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവളെ വിവാഹം കഴിയുമ്പോൾ മോളി ആഭരണങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു പോകുന്നത്. അപ്പോ ആഭരണങ്ങൾ അവർക്ക് മടക്കി കിട്ടുന്നതാവില്ലേ? തിരിച്ചുകൊണ്ട് സരോജമ്മ പറയുകയാണ്, ഓ അങ്ങനെ. സത്യം പറഞ്ഞ ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഏതായാലും അത് കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അതല്ല എനിക്കറിയേണ്ടത്, കല്യാണം വരെ ഇത്രയും സ്വർണം ഇവിടെ വയ്ക്കുന്നത് സേഫ് ആണോ അല്ലയോ എന്നാണ്. ശരി, സേഫ് അല്ലെങ്കിൽ കല്യാണം വരെ നീ ഇതിട്ടുകൊണ്ട് നടക്ക്. നാലാള് കാണട്ടെ അമ്മ മഹാറാണിയുടെ ആർഭാടം എന്താണെന്ന്. ഓ തമാശ തമാശ, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ചിരിച്ചേ കാണട്ടെ. ദീപു പറയാണ്, ആന്റിക്ക് വയ്യെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ട് നടന്നോളാം. എനിക്ക് സ്വർണ്ണമിട്ട് നടക്കാനേ ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയായാലും ഞാനത് ഊരി വയ്ക്കൂല. എന്നെ പറയാണ്, നിനക്ക് അതിന്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ പറയാണ്, ദീപു പറഞ്ഞ തുകയെല്ലാം കൂടി ഒന്നുകൂടി കൂട്ടി പറഞ്ഞേ കേൾക്കട്ടെ. വീണ്ടും കണക്കുകൾ എഴുതുകയാണ് ദീപു. ദീപു കൂട്ട്, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് സുദർശനൻ പുറത്തേക്ക് പോവുകയാണ്. സരോജം, നീ ഒന്ന് വന്നേ, ഞാനൊന്ന് പറയട്ടെ. സുദർശനൻ സരോജാമ്മയോട് പറയുകയാണ്, അതെ കല്യാണത്തിന് നല്ല കാശ് ചിലവാകും. അതെ കാശ് ചിലവാകും, നമ്മുടെ ഒരേ ഒരു മോളല്ലേ. അവൾക്ക് വേണ്ടിയിട്ടാ നമ്മൾ കഷ്ടപ്പെട്ടതും കഷ്ടപ്പെടുന്നതും നാളെ കഷ്ടപ്പെടാൻ പോകുന്നതും. വിചാരിക്കുന്നത് പോലെയല്ല, കണക്കുകൾ വലുതാണ്. ചെറിയ കഷ്ടപ്പാടുകൾ കൊണ്ട് തീരുന്നതല്ല ഒന്നും. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത് അറിയില്ല. നിശ്ചയം ഇങ്ങനെയാണെങ്കിൽ കല്യാണം നമ്മുടെ കൈ പൊള്ളിക്കുമെന്ന് ഉറപ്പാണ്. ചിലപ്പോ ഈ വീട് തന്നെ വിൽക്കേണ്ടി വരും. വീട് വിൽക്കുകയോ? എന്റെ ഭഗവാനെ, ഇല്ലേ. ഈ ഞെട്ടൽ ഒഴിവാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തൽക്കാലം മുതലാളിയോട് ഞാൻ കുറച്ച് കാശ് കടം ചോദിക്കാം. കിട്ടിയാൽ തൽക്കാലം ആശ്വാസം എന്നേ പറയാൻ പറ്റൂ. ഏതായാലും നീ വീടിന്റെ പ്രമാണമൊക്കെ ഒന്നെടുത്ത് പൊടി തട്ടി വെച്ചേക്ക്. ചിലപ്പോ ആവശ്യം വരും. ഇപ്പം വീടൊഴിഞ്ഞാൽ താമസിക്കാൻ ഒരു 2 മുറി കെട്ടിടം കൂടി നോക്കി വെക്കണം. ഒറ്റ മുറി ആയാലും സാരമില്ല. മോള് പോയാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ, ഒരു മുറി തന്നെ ധാരാളം. പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് സുദർശൻ. വിഷമത്തോടെ നിൽക്കുകയാണ് സരോജാമ്മ. പിന്നീട് കാണിക്കുന്നത് മെസ്സേജ് അയക്കുന്ന ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി മെസ്സേജ് അയക്കുകയാണ്, സാർ ഇപ്പോൾ എവിടെയുണ്ട്? അന്നേരം മെസ്സേജ് കാണുകയാണ് രവിവർമ്മൻ. ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് ആണല്ലോ. സാർ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ തന്റെ വീടിന്റെ മുൻപിലുണ്ട് എന്ന് തിരിച്ച് മെസ്സേജ് അയക്കുകയാണ് രവിവർമ്മൻ. കള്ളം എന്ന് തിരിച്ച് മെസ്സേജ് അയക്കുകയാണ് ശ്രീലക്ഷ്മി. രവിവർമ്മൻ തിരിച്ച് മെസ്സേജ് അയക്കുകയാണ്, തനിക്ക് സംശയമുണ്ടെങ്കിൽ വീടിന് പുറത്ത് വന്ന് നോക്കൂ. മെസ്സേജ് കണ്ട് ശ്രീലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് നിൽക്കുന്ന രവിവർമ്മനെ കണ്ട് സന്തോഷിക്കുകയാണ് ശ്രീലക്ഷ്മി. സാർ എന്ന് പറഞ്ഞ് ഓടി അടുത്തേക്ക് ചെല്ലുകയാണ് ശ്രീലക്ഷ്മി. എന്താടോ, താൻ പേടിച്ചു പോയോ? സാർ, ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ സാർ ഈ സർപ്രൈസ്? ഓ വെറുതെ, ഞാൻ എന്റെ അമ്മാവനെയും അമ്മായിയെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അവരില്ലേ ഇവിടെ? അയ്യോ കഷ്ടമായി പോയല്ലോ.
രണ്ടാളും ഇപ്പോൾ ഇവിടെ ഇല്ല. അച്ഛൻ കടയിലാണ്, അമ്മ മാർക്കറ്റിൽ പോയി. ധർമ്മൻ പറയുകയാണ്, അച്ഛൻ കടയിൽ, അമ്മ മാർക്കറ്റിൽ. അപ്പോൾ റൊമാൻറ്റിക് ആവാൻ നല്ല സമയമാണ്. ഞാൻ ഒറ്റയ്ക്കല്ലേ? അപ്പോൾ ശ്രീലക്ഷ്മി പറയാണ്, ഒറ്റയ്ക്കല്ല, നമ്മൾ രണ്ടാളാണ്. അപ്പൊ പിന്നെ റൊമാൻറ്റിക്കായി നമുക്കൊരു ഡ്യുവറ്റ് സോങ് പാടിക്കളയാം. ധർമ്മൻ പറയുകയാണ്, ആഹാ, ഞാൻ റെഡിയാണ്. സോങ് അല്ല, ഡാൻസ് ആണ് എന്റെ പ്രിഫറൻസ്. തുടങ്ങിയാലോ? കമോൺ എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മിയും പിടിച്ച് ഡാൻസ് കളിക്കാൻ ശ്രമിക്കുകയാണ് രവിവർമ്മൻ. ലക്ഷ്മി പറയണ, അയ്യോ സാർ വേണ്ട, ആരെങ്കിലും കാണും, വിട്. ശരി, എന്നാൽ പിന്നെ ആ മോഹം ഉപേക്ഷിച്ചു കളയാം. അല്ല, താൻ എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? ഇതാണോ തന്റെ ആദിത്യ മര്യാദ? താൻ മറ്റൊരാളുടെ വീട്ടിൽ ചെന്ന് കയറേണ്ട ആളല്ലേ? ഇവിടെയും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറാനാണോ തന്റെ പ്ലാൻ? സോറി സർ, വരൂ പ്ലീസ് എന്നും പറഞ്ഞ് രവിവർമ്മനെ അകത്തേക്ക് വിളിക്കുകയാണ് ശ്രീലക്ഷ്മി. സാർ ഇരിക്കൂ എന്ന് പറയുകയാണ് ശ്രീലക്ഷ്മി. ധർമ്മൻ പറയുകയാണ്, വീട്ടിൽ പെൺകുട്ടികൾ മാത്രം ഉള്ളപ്പോൾ ഇങ്ങനെ പുരുഷന്മാരെ വീട്ടിനുള്ളിലേക്ക് കയറ്റിയിരുത്തുന്നത് അത്ര ശരിയല്ല കേട്ടോ. കൊള്ളാമല്ലോ, സാർ ഇപ്പോൾ ഇവിടെ മോറൽ ക്ലാസ് എടുക്കാൻ വന്നതാണോ? നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ കുറച്ച് പെൺകുട്ടികളെ കൂടി ഞാൻ സംഘടിപ്പിക്കുമായിരുന്നല്ലോ. ഞാൻ ഈ പെൺകുട്ടിക്ക് മാത്രം ക്ലാസ് എടുക്കാൻ വന്നാണ്. ഇഫ് യു ആർ റെഡി വി ക്യാൻ സ്റ്റാർട്ട് നൗ. എന്നാലേ ഈ കുട്ടിക്ക് തീരെ മോറൽ സയൻസിൽ തീരെ താല്പര്യവും ഇല്ല, സമയവും ഇല്ല. പറഞ്ഞു കൊടുക്കാൻ ചായ എടുക്കട്ടെ, അതോ കോഫി വേണോ? എന്തുമായിക്കോട്ടെ, തന്റെ കൈകൊണ്ട് ഒരു ചായയും കോഫിയും നല്ലതല്ലേ? പഞ്ചസാര വേണ്ട കേട്ടോ. ആ, മനസ്സിലായി. അതുമായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓ, അപ്പോ എന്റെ ഭാവി സഹധർമ്മിണിക്ക് ഹ്യൂമർ സെൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അതെ, അത്യാവശ്യത്തിന് അതുമുണ്ടെന്ന് കൂട്ടിക്കോ. സന്തോഷം. അല്ല, ചായ ഇടാൻ തന്നെ സഹായിക്കണോ ഞാൻ? വേണ്ട, ഞാൻ ഇട്ട് തന്നോളാം. സാർ ഇവിടെ മിണ്ടാതെ ഇരുന്നാൽ മതി. അതിനുശേഷം അടുക്കളയിലേക്ക് പോവുകയാണ് ശ്രീലക്ഷ്മി. അവിടെ നിന്ന് മൂളിപ്പാട്ടൊക്കെ പാടുകയാണ് രവിവർമ്മൻ. ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, ആ, കർണാട്ടിക് ആണോ? രവിവർമ്മൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല, മൂളിപ്പാട്ട് കർണാട്ടിക് ആണോ ഹിന്ദുസ്ഥാനിയാണോ എന്ന് ചോദിച്ചതാണ്. അതെ, കുറച്ചു നാള് നമ്മളും സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്. ചോദിക്കുകയാണ്, ആഹാ, കൊള്ളാലോ, പിന്നെന്താ നിർത്തിക്കളഞ്ഞത്? ഞാനല്ല നിർത്തിയത്, ഗുരു നിർത്തിച്ചു, പറഞ്ഞു വിട്ടു. ആ, അത് പറ, ഗുരുവിന് ശിഷ്യനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു കാണും, അതാ പറഞ്ഞു വിട്ടത്. ധർമ്മൻ പറയുകയാണ്, അത് അന്ന്, ഇന്ന് ഞാൻ ഒരുപാട് ഇംപ്രൂവ് ചെയ്തു. കല്യാണത്തിന് മുൻപ് തന്നെ ഞാനൊരു കച്ചേരി പാടി കേൾപ്പിക്കും, നോക്കിക്കോ. ശ്രീലക്ഷ്മി പറയുകയാണ്, കേട്ടാൽ മതി. അതിനുശേഷം അവിടെ ഇരുന്ന പ്രസന്റേഷനൊക്കെ എടുത്തു നോക്കുകയാണ് രവിവർമ്മൻ. തനിക്ക് നിശ്ചയത്തിന് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇതൊന്നും എന്താ പൊട്ടിക്കാത്തത്? ആ, ഒന്നും തുറന്നു നോക്കിയില്ല. അത് സാധാരണ പ്ലേറ്റോ ടീസെറ്റോ ഗണപതിയുടെ ഫോട്ടോയോ വല്ല സാരിയോ ഫാൻസി ഐറ്റംസോ മറ്റോ ആയിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. അതിനുശേഷം അവിടെ ഇരുന്ന കൊറിയർ എടുത്തിട്ട് രവിവർമ്മൻ പറയുകയാണ്, അല്ല, ഇതിന്റെ കൂടെ ഒരു കൊറിയറും ഉണ്ടല്ലോ, താൻ ഇതുവരെ നോക്കിയില്ലേ? ഇല്ല സാർ, ആരോ നിശ്ചയത്തിന് അയച്ചതാണ്. മീറ്റിംഗ്സ് വല്ലതും ആയിരിക്കും, ഇതുവരെ നോക്കാൻ നേരം കിട്ടിയില്ല. കൃഷ്ണയും ദീപവും പറഞ്ഞു സാർ അയച്ച ഗിഫ്റ്റ് ആയിരിക്കുമെന്ന്. ഞാൻ എന്തിനാടോ ഗിഫ്റ്റ് തനിക്ക് കൊറിയർ അയക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് തന്നാ പോരെ? അതുമല്ല, ആ കാരണം പറഞ്ഞ് എനിക്ക് ഇവിടെ വന്ന് തന്നെ കാണുവാനും സാധിക്കുമല്ലോ. ഓ, അങ്ങനെയെന്ന് പറയുകയാണ് ശ്രീലക്ഷ്മി. അപ്പൊ തൽക്കാലം സാർ ആ കൊറിയർ അവിടെ വച്ചേക്ക്, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പൊളിച്ചു നോക്കിക്കോളാം. ഓക്കെ എന്ന് പറഞ്ഞ് കൊറിയർ അവിടെ വയ്ക്കുകയാണ് രവിവർമ്മൻ. പിന്നീട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ് രവിവർമ്മൻ. ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ സാർ നോക്കുന്നത്? അല്ല, താൻ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അല്ല, താൻ ചായ തന്നെയാണോ ഉണ്ടാക്കുന്നത്, അല്ല ഇനി വേറെ എന്തെങ്കിലും കുറുക്കിയെടുക്കുകയാണോ എന്ന് നോക്കുകയായിരുന്നു. കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി, കുറുക്കിയതാണോ ചായയാണോ എന്ന്. നല്ലൊരു ചായ ഇട്ട് തരാമെന്ന് വെച്ചപ്പോൾ നമ്പര് നമ്മുടെ നേരെയായി അല്ലേ? ചെയർമാൻ പറയാണ്, അയ്യോ സോറി, താൻ പിണങ്ങേണ്ട. ചായ കുടിച്ചിട്ട് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്, അതുകൊണ്ടുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. നമ്മൾ പോകുന്നോ? എവിടേക്ക് എന്ന് ചോദിക്കുകയാണ് ശ്രീലക്ഷ്മി. താൻ പേടിക്കണ്ടടോ, എന്റെ വീട്ടിലേക്ക് തന്നെയാണ്. തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എന്നെ കൂട്ടിക്കൊണ്ടു പോകാനോ? എന്താ സർ കാര്യം? എന്താ വിശേഷിച്ച്? വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല, വീട്ടിൽ രേഖയും രഘുവും തന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ കുറെ നാളായി നിർബന്ധിക്കുന്നു. വെഡിങ് കാർഡ് സെലക്ട് ചെയ്യാനും മറ്റെന്തോ പർച്ചേസ് പ്രോഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അയ്യോ സാർ, ഇവിടെ അമ്മ പോലുമില്ല, ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക്? അതിന് താൻ അമ്മയോടൊന്ന് ഫോൺ ചെയ്താൽ പോരെ? മാത്രവുമല്ല, എന്റെ വീട്ടിലേക്കല്ലേ വരുന്നത്, ഇത്ര പേടിക്കുന്നത് എന്തിനാ? അതിനുശേഷം ശ്രീലക്ഷ്മി സരോജാമ്മയെ ഫോൺ ചെയ്യുകയാണ്. ഹലോ മോളെ. ആ അമ്മ, കേൾക്കാമോ? ആ കേൾക്കാം. എന്താ മോളെ? പറഞ്ഞോ, എന്തു പറ്റി? രവി സാറ് നമ്മുടെ വീട്ടിൽ വന്നു. സാർ എന്നെ സാറിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നിരിക്കുന്നത്. അമ്മയ്ക്കും രേഖാ മേഡത്തിനുമൊക്കെ എന്നെ കാണണമെന്ന്. പോണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫോൺ വിളിച്ചത്. അതിനെന്താ മോളെ, പോയിട്ട് വാ, സാറിന്റെ കൂടെയല്ലേ. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അന്നേരം രവിവർമ്മൻ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കുകയാണ്. സരോജമ്മേ, രവിയാണ്. വീട്ടിൽ വിവാഹത്തിന് വേണ്ടി രഘുവും രേഖയും എന്തൊക്കെയോ പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. അവരാണ് പറഞ്ഞത് ശ്രീലക്ഷ്മിയെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ. അതുകൊണ്ടാണ് ഞാൻ ശ്രീലക്ഷ്മിയെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ?
ഇല്ല സാർ, ഒരുപാട് രാത്രിയാകാതെ നേരത്തെ തിരികെ കൊണ്ട് ആക്കിയാൽ മതി. ഉറപ്പായിട്ടും അതങ്ങനെ ചെയ്യുകയുള്ളൂ. ശരി സാർ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. നിങ്ങൾ പൊയ്ക്കോളൂ. താങ്ക് യു. എന്നാ ശരി, ഞാൻ ഫോൺ വെക്കുകയാണ്. ശരി, അപ്പോൾ അമ്മായിയുടെ പെർമിഷൻ ഓക്കെ. ഇനിയെങ്കിലും താനൊന്ന് പെട്ടെന്ന് റെഡിയായിട്ട് വാ. ആ പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്ത് സഹായം എന്ന് ചോദിക്കുകയാണ് ശ്രീലക്ഷ്മി. അല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞ് പരുങ്ങുകയാണ് രവിവർമ്മൻ. ശ്രീലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഉദ്ദേശിച്ചത് മനസ്സിലായി. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ സാറിന്? എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒരു രസമല്ലേ എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് രവിവർമ്മൻ. ആ രസം ഇപ്പോഴേ വേണ്ട എന്ന് പറഞ്ഞ് രവിവർമ്മനെ തള്ളി മാറ്റുകയാണ് ശ്രീലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്നും തൊഴുതുമടങ്ങുന്ന ഗായത്രിയമ്മയാണ്. അവിടെ അമ്പലത്തിൽ വെച്ച് ജ്യോത്സ്യരെ കാണുകയാണ് ഗായത്രിയമ്മ. ജ്യോത്സ്യരെ കണ്ട് ഗായത്രിയമ്മ വിളിക്കുകയാണ്, ജ്യോത്സ്യരെ, ഞാൻ ദർശനം കഴിഞ്ഞു പോവുകയായിരുന്നു. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുകയാണ് ജ്യോത്സ്യർ. ആ നിശ്ചയം വേണ്ടെന്ന് വെച്ചല്ലോ അല്ലേ? ഗായത്രിയമ്മ പറയുകയാണ്, എന്താ വേണ്ടെന്ന് വെക്കാനോ, അത് മുഹൂർത്തം തെറ്റാതെ നടത്തിയല്ലോ ഞങ്ങൾ. അത് കേട്ട് പരിഭ്രമിക്കുകയാണ് ജ്യോത്സ്യർ. ഗായത്രിയമ്മ ചോദിക്കുകയാണ്, അല്ല എന്തു പറ്റി ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഞാൻ നടത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞയച്ച നിശ്ചയം നടത്തി അല്ലേ? നിങ്ങളുടെ മകന്റെ ജീവിതം നിങ്ങൾ തന്നെ അപകടത്തിലാക്കി എന്നർത്ഥം. അയ്യോ, അപകടത്തിലാക്കിയെന്നോ? എന്താ ജ്യോത്സ്യരെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്താ അപകടം? എനിക്കതിലെന്താ പങ്ക്? കേട്ടിട്ട് തന്നെ പേടിയാകുന്നല്ലോ. അപ്പോൾ ജ്യോത്സ്യർ പറയുകയാണ്, നിങ്ങൾ കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ജാതകപ്രകാരം ആ വിവാഹം നടന്നാൽ അത് നിങ്ങളുടെ മകന്റെ ജീവന് തന്നെയാണ് ആപത്ത്. അങ്ങനെയാണ് ഞാൻ ഗണിച്ചപ്പോൾ കണ്ടത്. മരണം വരെ സംഭവിക്കാമെന്നാണ്. അത് കേട്ട് ആകെ പരിഭ്രമിച്ച് പേടിച്ചു നിൽക്കുകയാണ് ഗായത്രിയമ്മ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.